സാമൂഹ്യ തിന്മകൾക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കാൻ ജിദ്ദയിൽ ചേർന്ന ലഹരി വിരുദ്ധ സംയുക്ത സമിതിയുടെ തീരുമാനം. ലഹരി പടർത്തുന്ന ആശങ്കകൾ എന്ന വിഷയത്തിൽ ജിദ്ദ കേരള പൗരാവലിയുടെ ആഭിമുഖ്യത്തിലാണ് വിശകലന യോഗം സംഘടിപ്പിച്ചത്. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പ്രവാസികളുടെ ആശങ്കകൾ പങ്കുവെക്കുന്നതായിരുന്നു ജിദ്ദ കേരള പൗരാവലി സംഘടിപ്പിച്ച വിശകലന യോഗം. ലഹരി ഒരു തലമുറയെ തന്നെ നാശത്തിലേക്ക് നയിക്കുമെന്നും പഴുതുകളില്ലാത്ത പ്രതിരോധം തീർക്കണമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. ലഹരി പടർത്തുന്ന ആശങ്കകൾ എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജിദ്ദയിലെ 40-ലധികം സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കാൻ യോഗം തീരുമാനിച്ചു. സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ, ഡോക്യുമെന്ററി പ്രദർശനം, ജാഗ്രതാ സദസ്സുകൾ, പ്രവാസി രക്ഷിതാക്കൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കുമുള്ള ബോധവൽക്കരണ ക്ലാസുകൾ, കൌൺസിലിംഗ് തുടങ്ങിയവ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ സഹായത്തോടെ ജിദ്ദയിലും നാട്ടിലും സംഘടിപ്പിക്കും. ഇന്ത്യൻ ക്രിമിനൽ നിയമം ഭേദഗതി ചെയ്യുക, സാമൂഹിക തിന്മകളുമായി ബന്ധപ്പെട്ട സർക്കാർ നയങ്ങൾ മാറ്റുക, സിനിമയിലെ സെൻസറിംഗ് കാര്യക്ഷമമാക്കുക, പാഠ്യവിഷയങ്ങളിലെ പോരായ്മകൾ പരിഹരിക്കുക, ലഹരി ഉപയോഗം കണ്ടെത്താൻ രക്തപരിശോധന സജീവമാക്കുക തുടങ്ങിയവ നടപ്പിൽ വരുത്താൻ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തും. വിവിധ ജില്ലാ പ്രതിനിധികളും ജിദ്ദയിലെ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ലഹരി വിരുദ്ധ സംയുക്ത സമിതി കോർഡിനേറ്റർമാരായ മിർസ ഷെരീഫ്, ഉണ്ണി തെക്കേടത്ത് എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ജിദ്ദ കേരള പൗരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി മോഡറേറ്ററായ പരിപാടിയിൽ മൻസൂർ വയനാട് സ്വാഗതവും ഷെരീഫ് അറക്കൽ നന്ദിയും പറഞ്ഞു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.